ഫോൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് എന്തെങ്കിലും പാടായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല എനിക്ക് ആദ്യം ബ്ലോക്ക് ചെയ്ത അക്കൗണ്ടിനെ പറ്റി പറ, എന്നിട്ട് അതിൽ എന്ത് മിസ്റ്റേക്ക് മാറ്റിയപ്പോഴാ അക്കൗണ്ട് ചലഞ്ച് പാസ്സാക്കാൻ അതില് നിനക്കൊരു സെറ്റപ്പ് കിട്ടി. വന്നപ്പോഴൊരു ക്ലീൻ സെറ്റപ്പ് കിട്ടി. നിനക്ക് അവിടെ വേറെ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്നിട്ട് പിന്നെ അത് ചാർട്ടിൽ പോയി നോക്കുമ്പോ ഓക്കെ കിട്ടും, ആ സാധനം കിട്ടും. 1% എങ്ങാണ്ടുള്ളല്ലോ റിസ്ക് ചെയ്യാൻ. 50 ഇല്ലായിരുന്നു. ഒരു സെറ്റപ്പ് ഇല്ലാതെ ഒരാൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമോ? ആക്ച്വലി ഇല്ല, അത് പറ്റി നമ്മൾ പറയത്തില്ല, ഒരു ഇത് പറയല്ലേ, ഫ്രാക്ടൽ നേച്ചർ ആണ്. അത് കറക്റ്റാ. നീ ഇത്ര ടൈം എടുത്തുള്ളെങ്കിൽ ഇറ്റ് ഇസ് എ വെരി ഗുഡ്. അതെന്താണെന്നറിയോ ഡിഫറൻസ്? ഓക്കെ, റിയൽ പീപ്പിൾ റിയൽ മണി എന്ന സീരീസിലെ അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ മെൻറ്റർഷിപ്പിലുള്ള വേറെ ഒരാൾ, കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. വാ, ഓടിയോ എങ്ക് ഓടും. ഓക്കെ, പേരെന്തോ? അഫിൻ. ഫുൾ പേര് അഫിൻ ദേവ്. എത്ര ആളായി വന്നിട്ട്? ഞാനിപ്പം ജൂലൈ ആകുമ്പോൾ 1 ഇയർ ആവും. എത്ര അക്കൗണ്ട് എടുത്ത്? എൻ്റെ അടുത്ത് വരുന്നതിന് മുന്നുള്ള കാര്യമല്ല, എല്ലാം വന്ന് കഴിഞ്ഞിട്ടുള്ള കാര്യം പറയണം. കഴിഞ്ഞിട്ട് ഇപ്പം മറ്റേ E8 ഫ്രീ അക്കൗണ്ടോട് ചേർത്ത് ഇപ്പം മൂന്നാമത്തെ അക്കൗണ്ട്. എന്നത്തെ ഒരു അക്കൗണ്ട് മാത്രമേ ചലഞ്ച് പാസ്സാക്കിയിട്ടുള്ളൂ, ബാക്കി രണ്ടും ബ്ലോക്ക് ചെയ്തു. ആദ്യം ബ്ലോക്ക് ചെയ്ത അക്കൗണ്ടിനെ പറ്റി പറ, എന്നിട്ട് അതിൽ എന്ത് മിസ്റ്റേക്ക് മാറ്റിയപ്പോഴാ അക്കൗണ്ട് ചലഞ്ച് പാസ്സാക്കാൻ? അതില് ഞാൻ നമ്മുടെ സെറ്റപ്പിന്റെ ഒരു പകുതി ഞാൻ ആ പകുതി വെച്ചാണ് ചെയ്തത്. പകുതിയെ കിട്ടിയിട്ടുള്ളായിരുന്നു, പകുതി എനിക്ക് മനസ്സിലായിട്ടുള്ളായിരുന്നു. ഓക്കെ, അത് വെച്ച് ഞാൻ ചെയ്ത്. അപ്പം ഞാൻ ആ ഒരു പകുതി മാത്രം നോക്കി ഇരുന്നേ. അപ്പം ചിലത് കിട്ടും, പക്ഷെ ഒരു 90% ഇതായിരുന്നു, ഫെയിൽ ആകുമായിരുന്നു. പിന്നെ E8 അക്കൗണ്ട് കിട്ടിയപ്പോൾ അത് മറ്റേ നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടിയ അക്കൗണ്ട് ആകുമ്പോൾ അതിന്റെ ഒരു ലാഭത്തിൽ നമ്മൾ ചെയ്ത ഫുള്ള്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, നീ കംപ്ലീറ്റ്ലി ട്രേഡ് ചെയ്യുന്ന ഫോണില്ല, നിനക്ക് ലാപ്ടോപ്പ് ഇല്ല, കംപ്ലീറ്റ്. അതാണ് എനിക്ക് ഏറ്റവും എക്സ്പോസ് ചെയ്യേണ്ട കാര്യം. ഇങ്ങോട്ട് മാറി, കാണുന്നില്ല. ഏറ്റവും എക്സ്പോസ് ചെയ്യേണ്ട കാര്യം അതാ. ചിലർ ഏറ്റവും കൂടുതൽ പറയുന്നത് അവർക്ക് ട്രേഡ് ചെയ്യാനെങ്കിൽ സിസ്റ്റം ഇല്ല, പക്ഷെ അവനൊരു അക്കൗണ്ട് എടുത്ത് ചലഞ്ച് പാസ്സാക്കി ഒരു ഫോണിൽ. കേട്ടോ, കയറി നിൽക്കടാ. സോ ഫോൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് എന്തെങ്കിലും പാടായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്കാണെങ്കിൽ ഇപ്പം എൻ്റെ കൂട്ടുകാരനുണ്ട്, അപ്പോൾ അവനൊരു ലാപ്ടോപ്പ് ഉണ്ട്. ഇപ്പം ഞാൻ ഇടയ്ക്ക് അതിൽ ഇങ്ങനെ ചാർട്ടൊക്കെ നോക്കും, പക്ഷെ എനിക്ക് അപ്പോൾ അത് ഡിഫിക്കൽട്ടായിട്ട് തോന്നും. ഇതിൽ ചെയ്ത് പെട്ടെന്ന് അത് വലിയ ഇത് കാണുമ്പോഴത്തേക്കും എനിക്കൊരുമാതിരി ഇതാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട് അടുത്ത് സ്വിച്ച് ചെയ്തിട്ട് പെട്ടെന്ന് എടുക്കുമല്ലോ. ഇതൊക്കെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ്. അതായത് ഞാനും തുടക്കത്തിൽ 6-7 മാസം ഞാൻ അക്കൗണ്ട് പാസ്സാക്കുന്ന എല്ലാം ഇതിലാണ്, ഫോണിലാണ്. എനിക്ക് ഒന്ന് ലാപ്ടോപ്പ് മേടിക്കാൻ പൈസ ഒന്നും ഇല്ലായിരുന്നു. അതെല്ലാം ഞാൻ അതുകൊണ്ട് എല്ലാവരോടും പറയുന്നൊരു കാര്യം അതാ. ഓക്കെ, ആദ്യം പിന്നെ രണ്ടാമത്തെ അക്കൗണ്ട് എടുത്തില്ലേ, ചലഞ്ച് പാസ്സായ അക്കൗണ്ടിൽ ഫോളോ അപ്പ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് നമ്മുടെ സെറ്റപ്പ് ഞാൻ ക്ലീൻ ആയിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങി. മെയിൻ കാര്യം അതാ. സെറ്റപ്പ് കുറച്ചുകൂടെ ഞാൻ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇരുന്ന് നമ്മുടെ ലൈവ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പിന്നെ ഞാൻ കുത്തിയിരുന്ന് മൊത്തം ഇരുന്ന് കാണുമായിരുന്നു. പിന്നെ ബ്രോ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ കുറച്ച് വീഡിയോ ചെയ്തായിരുന്നല്ലോ, അതിരുന്ന് കണ്ടിന്യൂസ് കേട്ടോണ്ടിരിക്കും. ഇപ്പൊ എന്തെങ്കിലും ചെയ്യുവാണെങ്കിലും, തുണി നനയ്ക്കുവാണെങ്കിലും, കുക്ക് ചെയ്യുവാണെങ്കിലും, എന്ത് ചെയ്യുവാണെങ്കിലും അത് ബാക്ക്ഗ്രൗണ്ട് കിട്ടും. എന്നിട്ട് അത് കേട്ടാ ഇത് ചെയ്യുന്നത്. അപ്പൊ അത് പറയുന്ന ഓരോ ലൈനും എനിക്കറിയാം, പക്ഷെ എന്നാലും ഇരുന്ന് ഞാൻ കേൾക്കും. എന്നിട്ട് പിന്നെ അത് ചാർട്ടിൽ പോയി നോക്കുമ്പോൾ ഓക്കെ കിട്ടും, ആ സാധനം കിട്ടും. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഓരോ ട്രേഡ് എടുക്കുമ്പോഴും എല്ലാ ട്രേഡ് ചെയ്ത് എന്തെങ്കിലും പഠിക്കാൻ കിട്ടും. അതപ്പോൾ നമ്മൾ നെക്സ്റ്റ് ട്രേഡിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യണം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ തന്നെ എനിക്കിങ്ങനെ അഡ്വൈസ് ഭയങ്കര ഇഷ്ടമാണ്. മീൻസ് ഇപ്പം എന്തെങ്കിലും ഒരു ജോലി എന്തെങ്കിലും ഇറങ്ങുവാണെങ്കിൽ അതിൽ നല്ലതായിട്ട് ഒരു എന്താ പറയുക സക്സസ് ആയ ഒരാൾ നമുക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് തരത്തില്ല. അതെനിക്ക് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അത് ക്യാപ്ചർ ചെയ്ത് അടുത്തതിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കും. ഓക്കെ. അപ്പം ബ്രോ പറയുമ്പോൾ എല്ലാം ഞാൻ ബ്രോ ഓരോ ഓഡിയോ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുമ്പോൾ എല്ലാം ഞാൻ അതെല്ലാം ഡയറക്റ്റ് സേവ് ചെയ്ത് വെക്കും. എന്നിട്ട് പിന്നീട് കേൾക്കും, ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അത് എന്നിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ലണ്ടനിൽ ബ്രോ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഞാൻ അത് കേട്ടിട്ട് ന്യൂയോർക്കിൽ അത് മാക്സിമം ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കും. അത് ഒരു നല്ലൊരു ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. റിസ്ക് മാനേജ്മെന്റിന്റെ കാര്യമാണെങ്കിലും അതൊക്കെ റിസ്ക് അല്ലേ ഏറ്റവും ഇമ്പോർട്ടന്റ്. അതൊരു മെയിൻ സംഭവമാണ്. എന്റെ ആണെങ്കിൽ ഒരു 80% ലോസാ. പക്ഷേ ഓർമ്മയുണ്ട്, ഈ അക്കൗണ്ട് തന്നെയല്ലേ നമ്മൾ ഏറ്റവും ഡൗണിൽ പോയത്? അല്ല, അത് ഫസ്റ്റ് അക്കൗണ്ട്. അത് ഡൗണിൽ പോയിട്ട് തിരിച്ചു കയറി അത് ബ്രോ അന്നൊരു മെസ്സേജ് ഇട്ടില്ലായിരുന്നു, ഇങ്ങനെ ഇട്ടുണ്ടെങ്കിൽ നീ എത്ര റിസ്ക് ചെയ്തു. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ പിന്നെ തിരിച്ചു വന്ന് ഇങ്ങനെ 50 ഇല്ലായിരുന്നു, 50 ഇല്ലായിരുന്നു, $50 ഇതിൽ കുറവായിരുന്നു. അവിടുന്ന് ബ്രേക്ക് വന്നു. പക്ഷെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഒരു കോൺഫിഡൻസ്, ഓക്കെ എല്ലാം കിട്ടി, അങ്ങനെ പോയി. ഓക്കെ, ഒരു സെറ്റപ്പ് ഇല്ലാതെ ഒരാൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമോ? ആക്ച്വലി ഇല്ല. ആ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ എന്തുവാ
എക്സാമ്പിൾ എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്ന പോലെ. നമ്മൾ എത്ര വേണമെങ്കിലും കറക്കി ഇരുന്നാലും ഈ സാധനം സോൾവ് ആവത്തില്ല. പക്ഷെ അതിന് കറക്റ്റ് ഒരു ആൽഗോരിതം ഉണ്ട്, അതങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ സാധനം കറക്റ്റ് ആയിട്ട് വരും. ഇപ്പം നമുക്ക് എന്താ പറയാ ബ്രോ പറയുന്ന പോലെ ഫുള്ള് ഇത് എന്താ പറയാ എല്ലാ ടൈം ഫ്രെയിമിലും നമ്മൾ കാണുന്ന സെയിം ആണ് സത്യം പറഞ്ഞാൽ. അത് മറ്റേ നമ്മൾ പറയത്തില്ല ഒരു ഇത് പറയല്ലേ ഫ്രാക്ടൽ നേച്ചറാണ്, അത് കറക്റ്റാ. ഞാൻ പിന്നെ മനസ്സിലായി ശരിയാണല്ലോ 1 hour കാണുമ്പോൾ നമ്മൾ ചെറിയ അറിയുമ്പോൾ ഈ സെയിം സാധനം തന്നെ പിന്നെ റിപ്പീറ്റ് അടിക്കുക. അതിപ്പോ 5 മിനിറ്റ് പോയാലും അത് തന്നെ, പിന്നെ 1 മിനിറ്റ് പോയാൽ അപ്പോഴും അവിടെ ഒരു മാനിപ്പുലേഷൻ. അതേപോലെ തന്നെ എല്ലാ ചാർട്ടിലും ഇത് സെയിം എവിടെ ഏത് ക്യാൻഡിൽ 6 വെച്ച് ട്രേഡ് ചെയ്യുന്ന ഏത് ചാർട്ട് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ സംഭവം കാണാൻ പറ്റും, എല്ലായിടത്തും ഇത് കാണാൻ പറ്റും. സെറ്റപ്പ് ഇല്ലാതെ ട്രേഡ് ചെയ്യാനേ പറ്റില്ല ബ്രോ. ഞങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല ചേട്ടനുണ്ടായിരുന്നു, ഞങ്ങളെല്ലാം ചെയ്യാത്ത പരിപാടിയില്ല. ഞങ്ങൾ മറ്റേ തെങ്ങില് പർച്ചേസ് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഓ നടക്കത്തില്ല. കുത്തിയിരുന്ന് എന്തിരുന്ന് വീഡിയോ കാണും ഏതെങ്കിലും ഒരു സെറ്റപ്പിന്റെ മറ്റേ 100% വിൻ റേറ്റ് എന്ന് പറഞ്ഞിട്ട് രാവിലെ ഇരുന്നു അത് കണ്ടിട്ട് നേരെ ഫോണിൽ എടുത്ത് ചെയ്യുക. ഒന്നും നടക്കത്തില്ല. എനിക്കാണെങ്കിൽ ഫോറക്സ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, മറ്റേ വീഡിയോ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഞങ്ങൾ ഫുള്ള് ചെയ്യുന്ന ക്രിപ്റ്റോ ആയിരുന്നു, ക്രിപ്റ്റോയില ഫുള്ള് ചെയ്തോണ്ടിരുന്നത്. ഇപ്പോൾ ഫോറക്സ് എനിക്ക് അറിയാം, പക്ഷെ എനിക്കെപ്പോഴും അതിലെങ്ങനെ നമുക്ക് എന്താ പ്രോഫിറ്റ് കിട്ടുന്നത് മനസ്സിലായി. കാരണം ചെറിയ പോയിന്റ് അല്ലേ, അപ്പൊ എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് ക്രിപ്റ്റോയിലാണെങ്കിൽ ചടപടയും $5 $100 ഒറ്റ പോക്കാ. അതുകൊണ്ട് ഇത് ഇവിടെ നമുക്ക് കറക്റ്റ് കാൽക്കുലേഷൻ ഉണ്ട്, നമുക്ക് എത്ര പോകണം, എത്ര കിട്ടണം. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഈസി ആയി, കാരണം എനിക്കിതൊന്നും അറിയാത്തോണ്ട് ആദ്യം മുതലേ അതിലാണ് പോകുന്നത്. അത് തന്നെ, അതായത് ഇപ്പൊ എന്റെ അടുത്ത് വന്ന് ഇപ്പൊ പ്രവീൺ ആണെങ്കിലും ഫാസിലാണെങ്കിലും നീ ആണെങ്കിലും രമേശ് ആണെങ്കിലും അഭിലാഷ് ആണെങ്കിലും സക്സസ് ആയ നമ്മുടെ എന്റെ അടുത്ത് വന്നിട്ടുള്ള ആരും അവരെല്ലാം ഏറ്റവും കൂടുതൽ അവർ പഴയ കാര്യങ്ങളെല്ലാം കളഞ്ഞിട്ട് പുതുതായിട്ട് നിൽക്കാൻ നോക്കിയവരാ. എനിക്കാണെങ്കിൽ ICT എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയത്തില്ലായിരുന്നു. എനിക്കറിയാം. ഞാൻ ഒരു ദിവസം ട്രെയിനിൽ വരുമ്പോഴാ ഇങ്ങനെ ചുമ്മാ ട്രേഡിങ്ങിനെ ഞാനൊക്കെ നോക്കുമായിരുന്നു യൂട്യൂബിൽ. അപ്പൊ ചേട്ടൻ്റെ ലൈവ് കണ്ട് ഞാനപ്പോ ചുമ്മാ കുത്തിയിരുന്ന് കാണും, എനിക്കൊരു തേങ്ങ മനസ്സിലാകുന്നില്ല എന്തോ പറയുന്നേ. നിങ്ങളന്ന് മറ്റേ ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യുന്ന ലൈവ് ഇട്ടില്ലായിരുന്നു, ആ ടൈമിലാ. അപ്പോഴാണ് ഞാൻ കാണുന്നത്. ഞാൻ തിരിച്ചു ട്രേഡ് നാട്ടിലോട്ട് വരുമ്പോഴേക്കും കയറുന്നത്. കാണുമ്പോൾ പറയുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ചുമ്മാ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ബ്രോ ഇല്ല ലൈൻ ഉണ്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്, ഇനി ഇതിനായിട്ട് പ്രൈസ് പോകണ്ട, അതൊക്കെ ഒരു ഒറ്റ പോക്ക് പോകണ്ട. ഓക്കെ കൊള്ളാലോ. പിന്നെ ഇരുന്ന് ഇങ്ങനെ കാണാൻ തുടങ്ങി, പക്ഷെ ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ അവിടെ ജോലിക്ക് കയറി അവിടെ എത്തിയപ്പോഴാണ് ഫസ്റ്റ് മാസം തന്നെ ബ്രോന്റെ മെന്റർഷിപ്പിന് വീഡിയോ ഇട്ട്. അപ്പോഴാണ് ഞാൻ മെസ്സേജ് അയച്ചത്. ഞാൻ വിചാരിച്ചു യൂസിൽ എങ്ങനെ തട്ടി ആരും നോക്കണമെന്നില്ല പോവാന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് റിപ്ലൈ തന്ന്, അപ്പോൾ വലിയൊരു ഇതായിരുന്നു, സന്തോഷമായിരുന്നു. അല്ല ആ സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ എനിക്ക് യൂട്യൂബിൽ വീഡിയോ കണ്ട് മെസ്സേജ് അയക്കുന്നതിന് കുറവാണ്. എന്നാൽ എനിക്ക് 1000 കുറച്ച് സബ്സ്ക്രൈബേഴ്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കുന്നതിന് ഭയങ്കര കുറവാണ്. ഇപ്പൊ എനിക്ക് എങ്ങനെ പോയാലും ഒരു ദിവസം 3 പേരെങ്കിലും വെച്ച് മെസ്സേജ് അയക്കാറുണ്ട്. പലരും മെന്റർഷിപ്പിന് വേണ്ടിയിട്ടല്ല, മെന്റർഷിപ്പിന് വേണ്ടി മെസ്സേജ് അയക്കുന്നവർ ഭയങ്കര കുറവാണ്. എല്ലാവരും അവരവരുടെ പ്രോബ്ലം എന്നോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് അന്നൊക്കെ നിനക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടുന്നത്. ഇപ്പൊ ഇത് വീഡിയോ കാണുന്നവരാണ് എനിക്കെന്ത് റിപ്ലൈ തരാത്തത്. അങ്ങനല്ല, അതായത് എനിക്ക് ഞാനൊരു സെപ്പറേറ്റ് സമയം മാറ്റി ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഡീടോക്സ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അധികം ഇങ്ങോട്ട് ഇടയ്ക്ക് സ്റ്റോറി ഇടാൻ വേണ്ടി മാത്രമേ ഇൻസ്റ്റാഗ്രാം വരത്തുള്ളൂ. പിന്നെ ഞങ്ങളിങ്ങനെ വിചാരിക്കുമായിരുന്നു, ഓരോരുത്തർ കാണത്തില്ല, എല്ലാവരും കുറെ ഇപ്പൊ ട്രേഡേഴ്സ് ഉണ്ടല്ലോ കേരളത്തിൽ. നമ്മളിങ്ങനെ ആലോചിക്കും ഞങ്ങളുടെ ഇവിടെ ആരും ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, വീട്ടിലൊക്കെ പോയി ചെയ്യാൻ. ഇവിടെ ഒന്നും ആരും ഇല്ല. നോക്കിയപ്പോ വിളിച്ചപ്പോ നമ്മള് ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് കൊള്ളാലോ. അതെല്ലാരും പറഞ്ഞു കഴിയുമ്പോഴേട്ടോ ഏറ്റവും അടുത്ത് നീയാ. അല്ല ഏറ്റവും അടുത്ത് നീയല്ല, വേറെ ഒരുത്തനുണ്ട്, അവൻ കാനഡയിൽ പോയി. ഞാനിപ്പോ പെട്ടെന്ന് മറ്റേ ചേട്ടനെ വിളിച്ചു, വലിയ ആളെ കിട്ടി. അയ്യോ ഇങ്ങനെ കാര്യങ്ങള്. പിന്നെ എന്താണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിനെ പറ്റി പറ. അത് ഏറ്റവും നമ്മളെ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റേജ് ആണ് സൈക്കോളജി വരുന്നത്. അത് അല്ലല്ല ഞാൻ ചോദിക്കട്ടെ, ഈ ചിലർ പറയുന്ന കേൾക്കാം നമ്മള് 80% 90% സൈക്കോളജി 10% ടെക്നിക്കൽ, അതിൽ ഇമ്പോർട്ടൻസ് എന്താ? ഇല്ലില്ല, രണ്ടും വേണം. 100%. ഇപ്പൊ ടെക്നിക്കൽ ഇല്ലാതെ സൈക്കോളജി മാത്രം വെച്ചിട്ട് എന്ത് ചെയ്യാൻ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ശരിയാ. ഇപ്പൊ നമുക്ക് നല്ല ടെക്നിക്കൽ ഫുള്ള് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് സൈക്കോളജി. അതെ, നീ ജേർണൽ എന്നെ കൊണ്ട് ബിൽഡ് ചെയ്യിപ്പിച്ചില്ലായിരുന്നു, കോൺഫിഡന്റ് ആയില്ല. അത് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് സെറ്റപ്പിൽ തന്നെ നമ്മൾ ട്രേഡ് ചെയ്യുന്നതിൽ കോൺഫിഡൻസ്. ഇതിലിപ്പോ നമുക്ക് ലോസ് അടിച്ച് നമുക്ക് ഒരു വിഷമോ റിഗ്രറ്റോ ഒന്നും വരത്തില്ല സത്യം പറഞ്ഞാൽ. കാരണം നമ്മള് സെറ്റപ്പ് ആണ് ഫോളോ ചെയ്ത് അടുത്ത സെറ്റപ്പ് കണ്ട ട്രേഡ് എടുക്കുക. സെറ്റപ്പ് ആണ് ആ ഒരു ഡേറ്റ കയ്യിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട്. നേരത്തെ ട്രേഡ് എടുത്ത് ലോസ് അടിക്കും ഫസ്റ്റ് അക്കൗണ്ടിലൊക്കെ ഭയങ്കര വിഷമമൊക്കെ വരുമായിരുന്നു, ലോസ് ഒക്കെ അടിക്കും. സെക്കൻഡ് അക്കൗണ്ട് ആയപ്പോഴത്തേന് കെയർ എന്നുള്ളൊരിതായി. കാരണം നമ്മളെ സെറ്റപ്പ് ആണ്, വേറെ ഒന്നും ചെയ്യാനില്ല, നമ്മളിത് എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അതിപ്പോ ലോസ് ആകുക പ്രോഫിറ്റ് എന്തെങ്കിലും ആയിക്കോട്ടെ, സെറ്റപ്പ് ആണ് അടുത്ത ട്രേഡ് എടുക്കുക. പിന്നെ റിസ്ക് മാനേജ് ചെയ്ത് എടുത്താൽ മതി. ഇപ്പൊ എന്ത് തോന്നുന്നു ആക്ച്വലി കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഇടേണ്ട വർക്ക് കറക്റ്റ് ആയിട്ട് കഴിഞ്ഞ് ഇതിൽ സക്സസ് ആവാൻ ഉറപ്പായിട്ടും. പിന്നെ തോന്നുന്നുണ്ടോ? 2 ചലഞ്ച് പാസ്സാക്കാൻ പറ്റുമെങ്കിൽ പറ്റുമെങ്കിൽ പിന്നെ എന്തായാലും എന്താ എവിടെ കടന്നേ. എനിക്ക് ഫോറക്സിന്റെ ഒരു ഒന്നും അത് അറിയത്തില്ലായിരുന്നു. തന്നെ. അവിടുന്ന് ഞാൻ 2 ചലഞ്ച് പാസ്സായി എന്നൊക്കെ പറഞ്ഞ തന്നെ വലിയ കാര്യം. അത് തന്നെ, അത് തന്നെ. ഇതിന് മുമ്പ് ഞാൻ വേറൊരു ഇൻസ്റ്റയിൽ എടുത്ത് മെസ്സേജ് കണ്ടിട്ട് ഒരുത്തിന് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ട്, നീ നോക്ക്. അപ്പോൾ എനിക്ക് ക്രിപ്റ്റോ അറിയത്തുള്ളൂ. അപ്പോൾ പുള്ളി ഇങ്ങനെ എന്നോട് ഫോറക്സിനെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. ഇതാ സംഭവം ജസ്റ്റ് ഒരു ഡീറ്റെയിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിനക്ക് മെമ്പർഷിപ്പ് ആണ്, ഞങ്ങൾ ചെയ്യുന്നുണ്ട്, നിനക്കല്ലേ തരാം, അല്ലെങ്കിൽ നീ വേറെ പറയുന്ന അടുത്തോട്ട് പോയി ചേരുന്നു. ഞാൻ പോയില്ല. ഞാൻ ആദ്യമായിട്ട് പറയുന്നത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്, നിനക്ക് അല്ലെങ്കിൽ വേറെ നല്ല ആൾക്കാരുണ്ട്, അവരുടെ അടുത്ത് പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ പോകുന്ന വിട്ട്. ഞാൻ എന്നിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് ഇട്ടപ്പോൾ ഞാൻ പുള്ളിക്ക് അയച്ചു കൊടുത്തു. എടോ പോടാ, അതിന്റെ റിവെഞ്ച് ആണോ, കൊള്ളാലോ. എന്നിട്ട് പുള്ളി ഒരു ചലഞ്ച് പാസ് ചെയ്യാൻ 3 വർഷമൊക്കെ എടുത്തു എന്നൊക്കെ പറഞ്ഞു. എന്നോട് പറഞ്ഞു, നീ ഇത്ര ടൈം എടുത്തുള്ളെങ്കിൽ ഇറ്റ് ഇസ് എ വെരി ഗുഡ്. അതെന്താ ഡിഫറൻസ്? നിനക്കൊരു സെറ്റപ്പ് നിനക്ക് അവിടെ വേറെ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നിനക്കിപ്പം ഞാനിപ്പോ എന്നെ നോക്കപ്പോ ഞാൻ പ്രോഫിറ്റ് കൊള്ളാൻ ഇത്ര സമയം എടുത്തില്ലേ? അതെന്ന് വെച്ചാൽ എനിക്ക് സെറ്റപ്പ് ഇല്ലായിരുന്നു. ഞാൻ വന്ന് സെറ്റപ്പ് ഒരു അത്രത്തോളം ഒരു എന്തെല്ലാം കാര്യങ്ങള് ഷാരിഖിന്റെ വീഡിയോ ഇടാൻ തുടങ്ങുന്നത്, ഷാരിഖ് ഷംസുദ്ദീന്റെ. അവിടെ നിന്ന് ICT-യിൽ വന്ന് ICT-യിൽ നിന്ന് എനിക്ക് പറ്റാതെ അവിടെ നിന്ന് ഞാൻ മാനിപ്പുലേറ്റ് ചെയ്ത് എന്റെ സെറ്റപ്പ് ബിൽഡ് ചെയ്ത്. അപ്പൊ അത്രയും സമയം ഞാൻ കളയുക. അതാണ് ഞാൻ പറയുന്നത്, എൻ്റെ അടുത്ത് വരുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടൈം ലാഭിക്കുക, അല്ലാതെ വേറെ ഒന്നുമില്ല. അല്ലെ പിന്നെ സെറ്റപ്പിന്റെ ആ ഒരു ബ്യൂട്ടി. ഇത്രത്തോളം ഒരു വിൻ റേറ്റ് ഉണ്ടോ? ട്രേഡിങ്ങിലേക്ക് ആദ്യം ഇപ്പം വരാൻ നിൽക്കുന്ന ആൾക്കാരുടെ എന്തായിരിക്കും കൊടുക്കുന്ന ഒരു അഡ്വൈസ്? നീ കൊടുക്കുന്ന ഒരു അത്യാവശ്യം എന്നാലും നിനക്ക് ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും ആ ഒരു ഇത് വെച്ചിട്ട് എന്ത് തോന്നുന്നു? ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു മെന്ററിനെ കണ്ടെടുത്തു ഞാൻ പറയും. മെന്ററിനെ ആരും വിട്, നീ വേണം ഇത് പ്രൊമോട്ട് ചെയ്തല്ല അത് വിട്. അല്ലാതെ എന്താ പറയാ പറയണം കേട്ടോ. സൈക്കോളജിക്കലി എന്താ പറയാ? സൈക്കോളജിക്കലി എന്താ പറയാ, ജേണലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മള് ഒരു സെറ്റപ്പ് ആദ്യം ബിൽഡ് ചെയ്യണം. എന്നിട്ട് അത് നമ്മൾ ജേണൽ ചെയ്ത് അതിന്റെ വിൻ റേറ്റ് കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. അതൊരു മെയിൻ കാര്യമാണ്. കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. ഇപ്പൊ നമ്മൾ ചുമ്മാ ഒരു ട്രേഡ് എടുക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ സെറ്റപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ പേടിക്കൊന്നുമില്ല. ഓക്കെ, നമ്മുടെ ചെയ്യാനുള്ള നമ്മളൊരു കാര്യം മിസ്റ്റേക്ക് ചെയ്തു അല്ലെ വിൻ ചെയ്തു എന്നുള്ളതിന്റെ ഒരു വലിയൊരു പ്രൂഫാണ് നമ്മുടെ ജേണൽ. അതില്ലാതെ നമ്മൾ എന്തിനാണ് ട്രസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഫ്യൂച്ചർ ഫോർവേഡ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും ജേണൽ, ഇപ്പൊ എനിക്ക് പിന്നെ ജേണലിന്റെ ആവശ്യം, എല്ലാ ട്രേഡും റെക്കോർഡാണ്, എല്ലാ ട്രേഡും റെക്കോർഡഡ് ആയതുകൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ കിടപ്പുണ്ട്. അതുകൊണ്ട് പിന്നെ ജേണൽ ഞാൻ ചെയ്യുന്ന കുറവാണ്, ചെയ്യില്ല, ആപ്ലിക്കേഷൻ കിടപ്പുണ്ടല്ലോ, പിന്നെ എന്തിനാ. അതുകൊണ്ട് ഞാൻ നേരത്തെ ക്ലിയർ കട്ടായിട്ട് ഇങ്ങനെ എടുത്ത് ട്രേഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ ഞാൻ ജേണൽ ചെയ്യാറില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ഗ്രൂപ്പില് ഏറ്റവും കൂടുതൽ ലാഗ് ആവുന്ന ജേണൽ ചെയ്യാത്ത ആൾക്കാരാണ്. ഞാൻ ഓരോരുത്തരും ചോദിക്കും, ഇപ്പൊ 2 months ഡേറ്റാസ് കളക്ട് ചെയ്യാൻ പറയുമ്പോൾ ചിലർ ആദ്യത്തെ 1 month ചെയ്യും, പിന്നീട് 1 month ചെയ്യത്തില്ല. ചിലർ ഈ 2 months ഡേറ്റാസ് ട്രേഡിംഗ് വ്യൂവിൽ മാത്രം ട്രേഡ് എടുക്കും. നേരെ തിരിച്ച് മെറ്റാഫൈലേക്ക് വരുമ്പോൾ അവർക്ക് ട്രേഡ് എടുക്കാൻ അറിയാം, പക്ഷെ റിസ്ക് പെട്ടെന്ന് ട്രേഡ്, നമ്മുടെ ട്രേഡ് എപ്പോഴും സ്നൈപ്പർ എൻട്രി എല്ലാം ചടയെന്ന് എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടായി 2 months അവരുടെ ഒരു കാൽക്കുലേഷൻ, ലോട്ട് സൈസ് എത്ര ഇടണം, ലോട്ട് സൈസ് എത്ര കുറയ്ക്കണം, കട്ട് ചെയ്യണം, കമ്മീഷൻ, അതിന് വേണ്ടിയിട്ടായി 2 months അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, കണക്ക് കൂട്ടി. അപ്പൊ അതില്ലാതെ ജസ്റ്റ് ട്രേഡിംഗ് വ്യൂവിൽ കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സത്യം പറഞ്ഞ ട്രേഡ് സത്യം ടെക്നിക്കലി പഠിച്ചെടുക്കാൻ എളുപ്പമാണ്. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, ഇത് നമ്മുടെ സെറ്റപ്പ് ഒക്കെ എന്ന് പറയുമ്പോൾ പക്കാ സിമ്പിളാ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു നല്ലൊരു ബുദ്ധിയുള്ള ഇറക്കനാണ് ആ പറഞ്ഞു കൊടുത്ത് അവരത് മനസ്സിലാവും. പക്ഷെ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതിലാണ് കാര്യം, അവിടെയാണ് എല്ലാവരും ഫെയിൽ ആവുന്നത്. അപ്പം ഞാൻ അതുകൊണ്ട് എപ്പോഴും പറയും, നിങ്ങൾ സെറ്റപ്പ് മനസ്സിലാവും. അതല്ലേ ഞാൻ പറയുന്നത്, ഒരാഴ്ച കൊണ്ട് വേണേലും മനസ്സിലാക്കി എടുക്കാം കുറച്ചൊരു ഇതായിട്ട് നിൽക്കുവാണെങ്കിൽ. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറയുന്നത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടും ട്രേഡ് മാനേജ്മെന്റ്, ട്രേഡ് പ്ലേസ് ചെയ്യല്ല, ട്രേഡ് മാനേജ് ചെയ്യാനായിട്ട് പഠിക്കുക. അതാണ്. പിന്നെന്താ ഫ്യൂച്ചർ പ്ലാൻ? അടുത്ത അക്കൗണ്ട് എടുക്കുക, കണ്ടിന്യൂ ചെയ്യുക, ജോലി. ഇപ്പോഴല്ല, സംഭവം കിട്ടിയിട്ടുണ്ട്. അത് പിന്നെ ഈ അക്കൗണ്ട് ഇങ്ങനെ ഡ്രോ ഡൗണിലോട്ട് പോകാനുള്ള കാരണം എനിക്ക് മെയിനായിട്ട് തോന്നുന്ന ഡയറക്റ്റ് അപ്രോച്ച് അല്ല, ഇൻഡയറക്റ്റ് അപ്രോച്ചാ. അത് പറയുന്നത് പോലെ മീൻസ് മൊത്തത്തിൽ എൻ്റെ ആ ഒരു എന്താ പറയാ, ഒരു ടൈം ടേബിൾ ഷെഡ്യൂൾ പോലെ പൊക്കോണ്ടിരുന്നത് അവിടെ ജോലി ചെയ്യുമ്പോൾ. ജോലിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അങ്ങനല്ല, അത് ജോലിയിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ തന്നെ നമുക്കൊരിതുണ്ട്, ഓക്കെ ഞാൻ ഇത്ര ദിവസം കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങും, ഒരു എക്സൈറ്റ്മെന്റും. നേരത്തെ ആണെങ്കിൽ എല്ലാ ടൈം ടേബിൾ ഉണ്ട്. ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുക, ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക, ട്രാക്കിൽ പോകുമ്പോൾ എല്ലാം കറക്റ്റ്. അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയാ, ഒരു വർക്കൗട്ട് ചെയ്യുന്നില്ല, അങ്ങനെ കുറെ ഇതൊക്കെ വന്നപ്പോഴത്തേക്കിന് ചെയ്യുന്നല്ല സെയിമാ. പക്ഷെ പിന്നെ മാർക്കറ്റിംഗ് കുറച്ച് ഏപ്രിൽ എനിക്ക് ഇത്ര ക്ലീൻ ആയിട്ട് തോന്നില്ല. ഏപ്രിൽ ഞാനും ലാസ്റ്റ് വന്ന് ഈ മാർച്ച് നമ്മുടെ ഏപ്രിൽ കുഴപ്പമില്ലായിരുന്നു, ഏപ്രിൽ ലാസ്റ്റ് കുഴപ്പമില്ലായിരുന്നു. മാർച്ച് ആയിരുന്നു. മാർച്ചിന്റെ സെക്കൻഡ് വീക്ക് മുതൽ ഏപ്രിൽ മിഡ് ഏപ്രിൽ വരെ കുറച്ച് സീൻ ഷോകമായിരുന്നു എനിക്ക്. ഷോകമായിരുന്നു. അതങ്ങനെയാ, ലൈക്ക് ഇപ്പൊ നമുക്ക് എല്ലാം ഇപ്പം
പ്രോമിസ് ചെയ്യാൻ പറ്റത്തില്ല എല്ലാ കാര്യം. ഇപ്പം ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ സെറ്റപ്പ് വർക്കാന്ന് കുറച്ച് മാസങ്ങളെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നില്ല. അത് ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകും. ആ സമയത്തേക്ക് ഒരു അക്കൗണ്ട് എടുത്തിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോവാ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളു കാര്യം. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, നേരത്തെ പറഞ്ഞ കാര്യം കുറച്ചുകൂടെ ഒന്ന് ഞാൻ ഇത് എലാബറേറ്റ് പറയാം. മെന്റർഷിപ്പ് വേണമെന്നില്ല, വേണമെങ്കിൽ ഒറ്റയ്ക്കാലും പഠിക്കുക. ഇനിയിപ്പോൾ വേണമെങ്കിൽ അത് ഇതിനകത്ത് പറയാൻ വേണ്ടി പറഞ്ഞാൽ വിചാരിക്കും. കാര്യം ഞാൻ ഒറ്റയ്ക്ക് പഠിച്ച ഒരാളാണ്, ഏറ്റവും വലിയ എക്സാമ്പിൾ അത്. നിങ്ങൾക്ക് ഇനി ഒറ്റയ്ക്ക് പഠിക്കുന്നവർക്ക് വേണമെങ്കിൽ ഒരു മോട്ടിവേഷൻ ആയിട്ട് തന്നെ എടുത്തോ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ടൈമും നിങ്ങളുടെ എഫേർട്ടും എല്ലാം കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ലൂപ്പിൽ കിടക്കുമെന്നുള്ളൂ. അത് മൈൻഡ് വെച്ചുകൊണ്ട് വേണം ഒറ്റയ്ക്ക് പഠിക്കാൻ. ഒറ്റയ്ക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ശരി എന്നാൽ. ഓക്കെ.